ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് നമ്മൾ റവ വെച്ചിട്ടാണ്, അതായത് സെമോലീന വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ക്രീമും ചെയ്യുന്നത് റവ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഓവനോ ബീറ്ററോ മുട്ടയോ ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഈ ഒരു കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പൊന്നുമല്ല, സാധാരണ വീട്ടിലുള്ള ഒരു സ്റ്റീൽ കപ്പ് വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു കപ്പ്. ഇത് അത്യാവശ്യം തരിതരിപ്പുള്ള റവയായതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ റവ പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അതായത് ഇപ്പോൾ മൈദ മാവും ഗോതമ്പ് മാവൊക്കെ ഇരിക്കുമല്ലോ, അപ്പോൾ അതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നതുകൊണ്ട് ഇനി അരിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പുളിപ്പുള്ള തൈര് ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലോട്ട് ഒരു 1/2 മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒരല്പം കട്ടിയായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ സാധാരണ ബാറ്ററൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ലൂസായിട്ടായിരിക്കും കിട്ടുക. പക്ഷേ റവയിൽ നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ഈ റവ നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. റവ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ നെയ്യോ എണ്ണയോ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലോ വെള്ളമോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് ബാറ്റർ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. ഇവിടെ നമ്മളൊരു സാധാരണ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോഴത്തേക്ക് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനൊരു പാത്രം 5 മിനിറ്റ് തട്ട് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ടിൻ ആ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 45-50 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അടയ്ക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പം പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടുന്ന ക്രീം ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് നല്ല കട്ടിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസോ അല്ലെങ്കിൽ 2-3 ഏലക്ക പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ റവയൊന്ന് കുതിരാനായിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിന് തന്നെ അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കുന്ന പാനിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് നമുക്കിനി 1 കപ്പ് നല്ല കട്ടിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി കൈ എടുക്കാതെ ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി കൊടുക്കരുത്. ഫ്ലെയിം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ലോ ഫ്ലെയിമിലിട്ട് കുറുക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ വീഡിയോ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, പിന്നെ മെയിലിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് പ്രസ് ചെയ്താൽ ഈ ഒരു ക്രീമിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും മതി. നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ക്രീം ഇവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പം മിക്സിയിലോട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ 2-3 പ്രാവശ്യമായിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. ഒരുമിച്ചിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പോൾ ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ട് അല്പമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം.
അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ്. ഈ ഒരു ക്രീം വെച്ചിട്ട് നമുക്ക് ഫ്ലേവർ ചെയ്യാം, കേക്ക് നന്നായിട്ട് തന്നെ ഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമിൽ കളർ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്രീം നമ്മൾ ഒരല്പം കളർ ആഡ് ചെയ്തിട്ടാണ് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് കുക്കായൊന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പറും എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല ഹൈറ്റിൽ തന്നെ നമ്മുടെ ഈ കേക്ക് കിട്ടിയിട്ടുണ്ട്, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു കേക്ക് റവയിലാണ് ചെയ്തതെന്നൊന്നും ആരും പറയില്ല, അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു കേക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഏറ്റവും മേൽ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നത് 2 ലെയറായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 3 ലെയറായിട്ടും കട്ട് ചെയ്യാം, കാരണം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഒരു കേക്കിന്. അപ്പോൾ ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമിന് കുറച്ച് കളർ കൊടുക്കാം. ഞാനിവിടെ ഒരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ഒരു 4-5 ഡ്രോപ്സ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം, അത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ ക്രീം റെഡിയായി നമുക്കിനി കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ട് അതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വെറ്റാക്കിയിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീമിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ സെറ്റായതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുത്ത് ഒന്ന് വെറ്റാക്കിയിട്ട് ക്രീം വെച്ച് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളിവിടെ കേക്ക് ചെയ്യുന്നതെല്ലാം ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്കും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ക്രീം എല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലെവൽ ചെയ്യാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും കാർഡോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ടോപ്പിൽ നമുക്ക് കാർഡ് വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോസ്റ്റിംഗ് ആണ്. ഇനി കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേക്കിൻ്റെ മേളിലായിട്ട് കുറച്ച് ബ്ലൂ കളർ പൈപ്പിംഗ് ജെല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൈപ്പിംഗ് ജെല്ല് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് വെച്ചും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യണം എന്നില്ല, കാരണം ഇതൊരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് കാണാൻ ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നല്ല സൂപ്പർ സോഫ്റ്റായിട്ടുള്ള റവ വെച്ചിട്ടുള്ള ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum. Assalamu alaikum.